വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം, കറങ്ങണം, വീട്ടിലിരുന്ന് ബോറടിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും അവരെ ഒന്നുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നും പുറപ്പെടുകയാണ് കേട്ടോ. ഞങ്ങൾ പോകുന്നു ഇപ്പോൾ എറണാകുളത്തേക്കാണ്. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാണിച്ചിട്ട് വരാൻ പറ്റുന്ന അവിടെയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ 3 പേര് മാത്രമാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ളത്. പിന്നെ കുഞ്ഞാറ്റയാണുള്ളത്. കുഞ്ഞാറ്റയെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പതുക്കെ ഇങ്ങനെ പോവുകയാണ്. ആദ്യം ബാംഗ്ലൂരിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, ലീവിന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എപ്പോഴും പരാതിയാണ് എവിടെയെങ്കിലും പോകണം, കറങ്ങാൻ കൊണ്ടുപോകണം. ഇത് തന്നെയാണ് കേട്ടോ, കുഞ്ഞു പിള്ളേരുടെ കൂട്ടുള്ള പരാതിയാണ്. അപ്പോൾ പിന്നെ അവൻ്റെ പരാതി അങ്ങ് തീർത്തേക്കാന്ന് വെച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം എന്തായാലും അക്ഷയ തൃതീയ ആയിരുന്നല്ലോ. അപ്പോൾ അക്ഷയ തൃതീയ ആയതുകൊണ്ട് നമ്മൾ സ്വർണ്ണക്കടയിൽ ഒന്ന് കയറണമായിരുന്നു. അത്യാവശ്യം ഒന്ന് കയറി ഒരു 28-നേക്കുള്ള സ്വർണ്ണം എടുക്കണമായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് അത് വളരെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. ഇവിടുന്ന് അതിരാവിലെ പുറപ്പെടണമെന്നൊക്കെ തീരുമാനിച്ചാണ്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ 11:30. എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ടല്ലേ എന്തായാലും ബാക്കി യാത്രയുള്ളൂ. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാന്താണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് അടിപൊളി ഒരു ഹോട്ടലിലാണ് കയറിയത് കേട്ടോ. ആലപ്പുഴയിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. കറികളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എന്തായാലും എറണാകുളത്ത് എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 3 മണിയോളം ആയി കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓൾഡ് ഹാർബറിലാണ് ആദ്യമായിട്ട് പോയത് തന്നെ. ബീച്ചൊക്കെ കണ്ടു കറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ്, ഞങ്ങൾ 3 പേരും ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ പോകുന്നുണ്ട്. സിനോണും പിന്നെ ഇങ്ങനെ കറങ്ങുന്ന കൂട്ടത്തിൽ സിനോണിന് ഇവിടെയൊക്കെ അറിയാവുന്നതുകൊണ്ട് കക്ഷിക്ക് ഇതൊന്നും വലിയൊരു കൗതുകമായി തോന്നിയില്ല. ഞങ്ങൾക്കിതൊരു ഭയങ്കര ഒരു ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ തെരുവിൽ കണ്ട കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ അതായത് പഴയ കളിപ്പാട്ടങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അവിടെ കേട്ടോ. ഒരു പാർക്ക് ഉണ്ടായിരുന്നു. പാർക്കിൽ നിറയെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം കൂടി ആയതുകൊണ്ട്, വെയിലൊക്കെ മങ്ങിയ ഒരു സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓൾഡ് ഹാർബർ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ കണ്ടിട്ടില്ലായിരുന്നു. അവിടെ നിന്നും കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടി കേട്ടോ, വീഡിയോസും ഒക്കെ. പിന്നെ എൻ്റെ ഫോണിന് ചാർജ് കുറവായതുകൊണ്ട് ഞങ്ങൾ വളരെ കമ്മിയായിട്ടാണ് എല്ലാം എടുത്തിരിക്കുന്നത്. പിന്നെ കുറേ ആൾക്കാർ അവിടെ എവിടെയൊക്കെ ആയിട്ട് ചായ, സ്നാക്സ് അങ്ങനെയൊക്കെയുള്ളത് കഴിക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നമ്മുടെ മൈൻഡൊക്കെ നല്ല ഫ്രീ ആയിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ എന്താ പറയുക, ഞങ്ങളിങ്ങനെ നടന്ന് പതുക്കെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ കണ്ടിട്ട് തിരിച്ച് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ബീച്ചിലൊക്കെ പോയി നിന്ന് കുറേ സമയം ഞങ്ങൾ നിന്നു. ഒരുപാട് നേരം വെയിൽ കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കുറേ മാറി ഇങ്ങ് നിന്നാണ് കുറേ കാഴ്ചകളൊക്കെ കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ സിനിമ എന്താ നടന്നു പോവുകയാണ്. ഞങ്ങളൊക്കെ നടന്നപ്പോഴേ വശം കെട്ടിരിക്കുകയാണ്. ഒരു ചായ കിട്ടിയാൽ കൊള്ളാമെന്നുള്ളൊരു മനസ്സോടുകൂടിയാണ് ഇപ്പം ഞങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഈ നമ്മൾ പോകുന്ന ആ സൈഡിലെങ്ങും ഒരു നല്ല ചായക്കട ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു അവിടെ നിന്നൊക്കെ കുടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പഴയ മോഡൽ കളിപ്പാട്ടങ്ങൾ കണ്ടോ. ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയാമോ, വെള്ളത്തിൽ കൂടി പോകുന്നത് നമ്മൾ ബോട്ട് പോലൊരു സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി കേട്ടോ. അത് നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് അതിങ്ങനെ ഒരു ചെണ്ട കൊട്ടുന്ന ഒരു കുരങ്ങനും ഉണ്ട് കേട്ടോ. ഇതൊക്കെ പണ്ട് നമ്മൾ കളിപ്പാട്ടക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടോയ്സ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ദേ കണ്ടില്ലേ ഈ വെള്ളത്തിൽ കൂടെ ഈ ബോട്ട് ഓടുന്നുണ്ടോ. ഇതൊക്കെ എനിക്കൊരു ഭയങ്കരമായിട്ട് പഴയ ആ ഒരു കാലത്തേക്ക് തിരിച്ചു പോകുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. കാരണം പണ്ട് ഇങ്ങനെ ഉത്സവത്തിനൊക്കെ വാങ്ങിച്ചു തന്നിട്ടുള്ള ആ ഒരു പരിചയം ശീലമൊക്കെ നമുക്ക് ഓർമ്മ വന്നു അന്നേരത്തേക്കും. പക്ഷേ അത് ഞങ്ങൾ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം കുഞ്ഞിപ്പിള്ളേരാരും നമ്മുടെ കൂട്ടത്തിൽ കളിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് വാങ്ങില്ല. പിന്നെ എന്നെ ആകർഷിച്ചതുണ്ട് പാവക്കുട്ടികളായിരുന്നു. പിന്നെ ഞങ്ങളിതാ പള്ളിയിലേക്ക് വന്നു. ആ ഒരു ചർച്ചിലേക്ക് വന്നിട്ട് നമ്മൾ വാസ്കോ ഡ ഗാമയെ അടക്കി ആ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട് നന്നായിട്ട്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു കേട്ടോ. ഭയങ്കര ശരിക്കും അത്ഭുതം തോന്നുന്നു. പിന്നെ കടലിന് അവിടെ കുറച്ച് നേരം പോയി നിന്ന് ബീച്ചിലൊക്കെ പോയി നിന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഫോണിന് ചെറിയ ചാർജിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞങ്ങൾ കമ്മിയായിട്ടാണ് എല്ലാം എടുത്തത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുഴഞ്ഞ് അവശരായി. വീണ്ടും കുറച്ച് നേരം അവിടെ കടൽ തീരത്ത് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വീണ്ടും തിരിച്ച് നടക്കുകയാണ്, വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ നടക്കുകയാണ്. അവിടെ ചെറിയൊരു മഴയുടെ ഒരു കൂരാപ്പ് ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നല്ല വെയിലുണ്ട്, ചെറുതായിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു മഴ പെയ്യുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതൊക്കെ ഈ തെരുവിലെ കച്ചവടക്കാർക്കൊക്കെ പണിയാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ തിരിച്ച് നടക്കുകയാണ്. അടിപൊളി കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ പക്ഷേ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. കാരണം നമ്മളങ്ങനെ ആ ഒരു വാങ്ങിക്കാനുള്ള രീതിയിലായിട്ടൊന്നും നമ്മളവിടെ നിന്ന്
കണ്ടതൊന്നുമില്ല. കാരണം ഞങ്ങൾ വന്നത് ലേറ്റായിട്ടാണ്. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് പോകാനുള്ള ഒരു മൈൻഡാണല്ലോ, വീട്ടിലെത്തണം എന്നൊരു മൈൻഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലെല്ലാം കണ്ട് കുറേ തൊപ്പികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശംഖ്, അങ്ങനെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റി കേട്ടോ. ശരിക്കും നമ്മൾ കന്യാകുമാരിയിലൊക്കെ പോകുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ. ഇവിടെയും എനിക്ക് ആ ഒരു ചെറിയൊരു ഫീല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമായിരുന്നു. അവിടുന്ന് പോരാനേ തോന്നിയില്ല. ശരിക്കും നമ്മളൊരു യാത്രയൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് കണ്ട് മതിയാവുന്നിടം വരെ കണ്ടിട്ട് മാത്രമേ തിരിച്ചു വരാവുള്ളൂ. ഞങ്ങൾ എപ്പോൾ പോയാലും ഇങ്ങനെയാണ് കേട്ടോ. ദാ പോയി ദാ വന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. അത് കാരണം നമുക്ക് പകുതി കാഴ്ചകളെ കാണാൻ കിട്ടാറുള്ളൂ. എപ്പോഴും ഇങ്ങനെയാണ്. എത്ര ശ്രമിച്ചാലും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റാറുള്ളൂ. പക്ഷേ നമുക്ക് ഒരുപാട് മിസ്സിങ് ആണ് കേട്ടോ. എന്നിട്ട് തിരിച്ച് വരാൻ നേരം നമ്മൾ പറയും, അയ്യോ നമുക്ക് 2 ദിവസം സ്റ്റേ ചെയ്യാനുള്ള കണക്കാക്കിയിട്ട് വരേണ്ടതായിരുന്നു എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കാറില്ല കേട്ടോ. ഇവിടെ ചേട്ടനും അനിയത്തിയും കൂടെ കൈക്ക് പിടിച്ച് നടക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കണ്ടില്ലേ, ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടാണ് കേട്ടോ. ഈ ചേട്ടനും അനിയത്തിയും തമ്മിൽ ഭയങ്കര ബോണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ബോണ്ടാണ്. ചേട്ടനാണെങ്കിൽ ഇച്ചിരി മസൽമാനാണ് കേട്ടോ. അനിയത്തിയാണെങ്കിൽ അങ്ങ് പുറകിൽ നടന്നോളും ചേട്ടൻ്റെ കൂടെ. ചേട്ടനൊന്നും മിണ്ടാതിച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അനിയത്തിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ നല്ല ഒരു ബോണ്ടിൽ അങ്ങ് പോവുകയാണ്. പിന്നെ ഞാനിങ്ങനെ പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് പുറകിന് ഇങ്ങനെ കണ്ടില്ലേ, ഓരോ കടകളിലെയും ഓരോ കാഴ്ചകളും എടുത്തെടുത്ത് ഞാനിങ്ങനെ വേണ്ട. കുറേ ബാഗുകൾ കണ്ടോ. പക്ഷേ ഞാനൊന്നും വാങ്ങിയില്ല കേട്ടോ. എനിക്ക് വാങ്ങിക്കാനൊരു മനസ്സ് തോന്നിയില്ല സത്യം പറഞ്ഞത്. കാരണം പറഞ്ഞില്ലേ, അവശ്യരായിരുന്നു നമ്മൾ. എനിക്കൊന്നും യാത്ര ഒരുപാട് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഞാനങ്ങ് കുഴയും. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും കണ്ട് എന്നാൽ ഞങ്ങൾ അതിനിടയ്ക്ക് ചർച്ച ചെയ്യുന്നുണ്ട്, നമുക്ക് പോകാം, മതിയാക്കാം. എന്തായാലും കാറ് കിടക്കുന്നിടം എവിടെയാണെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ പോകണം കേട്ടോ. ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ അടുക്കും എന്നുള്ളൊരു മനസ്സിൻ്റെ സന്തോഷത്തിലാണ് ഞാനീ നടക്കുന്നത്. പക്ഷേ എങ്ങും എത്തുന്നില്ല എന്നുള്ളത് വാസ്തവം. എന്തായാലും പെട്ടെന്ന് നടന്നങ്ങ് എത്താനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എന്തായാലും കാറിനടുത്ത് എത്തി, കാറിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി എങ്ങനെയും വീട്ടിലെത്തണം എന്നുള്ളൊരു ത്വരയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ക്ഷീണിച്ചു. ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത ദിവസം വരാട്ടോ.